السلام عليكم ورحمة الله وبركاته. الحمد لله غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും മഹത്തരമായ പ്രതിഫല സമ്പൂർണമായ നിമിഷങ്ങളും സമയങ്ങളും കടന്നു പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും ചെയ്തിരിക്കുന്ന തിന്മകൾ അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങി പാപമുക്തരാകാൻ പറ്റിയ മനോഹരമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൗബ ചെയ്യാൻ താമസിപ്പിച്ചാൽ എന്തെല്ലാം നന്മകൾ കയ്യിലുണ്ടെങ്കിലും നരകത്തിൽ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തെറ്റുകളും, ജീവിതത്തിൽ വന്നുപോയ ഓരോ തെറ്റുകളും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും അല്ലാഹ് സ്വീകരിക്കുവാനുള്ള അത്ര നിഷ്കളങ്കമായ ജീവിത രീതി, ശേഷമുള്ള ജീവിതം വിശുദ്ധമാക്കിക്കൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. ഈ വ്രതമനുഷ്ഠിച്ചതൊക്കെ കാരണത്താൽ നമുക്ക് സ്വർഗത്തിൽ പോകേണ്ടതുണ്ട്. സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാകുന്ന ഒരുപാട് തിന്മകൾ കയ്യിലുണ്ടെങ്കിൽ അത് തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരം ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയും അവർ കരിക്കട്ട പോലെ ആയിത്തീരുകയും ചെയ്യും. മരിക്കുകയില്ല. മരിക്കാത്ത മനുഷ്യൻ, മരിക്കാത്ത പച്ച മനുഷ്യനായി മാറും. ശേഷം നിങ്ങളുടെ കൈവശമുള്ള നന്മക്ക് നിങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്തിലൂടെ കൊണ്ടുവരും. പക്ഷെ അതിനു മുമ്പ് മാഉൽ ഹയാ, ജീവിത വെള്ളത്തിൽ മുക്കിയിട്ടാണ് ആ കരിക്കട്ട രണ്ടാമത് സ്വർഗത്തിലേക്ക് കടന്നു വരിക. അത്തരമൊരു ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹുവിനോട് ഏറ്റുപറയുകയും അല്ലാഹുവിനോട് ക്ഷമ ചോദിക്കുകയും യാ അയ്യുഹല്ലദീന ആമനൂ തൂബു തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അല്ലാഹുവിനോട് തൗബ ചെയ്യുക. എങ്കിൽ നുകഫിർ അൻഹും സയ്യിആത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരാമെന്ന് അല്ലാഹു വാക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ തെറ്റുകളിൽ നിന്നുള്ള തൗബകൾ ചെയ്യുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് പരിശുദ്ധ റമളാനിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 പ്രത്യേക അനുഗ്രഹങ്ങൾ മറ്റ് പ്രവാചകന്മാർക്കാർക്കും കൊടുക്കാത്തൊരു പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകിയതായി കഴിഞ്ഞ ഖുത്ബയുടെ അവസാനത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി.
ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിധിയുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു നിർത്തിയതായിരുന്നു. ആ ഭാഗം ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. ഊതീതു ഉമ്മത്തി ഫി ഷഹ്ർ റമളാൻ ഖംസൻ ലം യുതഹുന്ന നബിയ്യുൻ ഖബ്ലി, ഒരു പ്രവാചകന് മുമ്പ് നൽകിയിട്ടില്ലാത്ത 5 കാര്യങ്ങൾ എന്റെ സമൂഹത്തിന് റമളാൻ മാസത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്നു. അമ്മ വാഹിദ, ഒന്നാമത്തത് ഫൈന്നഹു ഇദാ കാന അവ്വൽ ലൈലത്തി മിൻ ഷഹ്ർ റമളാൻ, റമളാൻ മാസം കടന്നു വരുമ്പോൾ നളറല്ലാഹു ഇലൈഹിം, അല്ലാഹു നമ്മെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, നമ്മെ കടാക്ഷിച്ചുകൊണ്ടേയിരിക്കും. വമൻ നളറല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നോട്ടം, ദർശനം, കടാക്ഷം ഒരാൾക്ക് ലഭിച്ചാൽ ലം യുഅദ്ദിബുഹു അഹദ, അവനെ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അപ്പം നമുക്ക് പരിശുദ്ധ റമളാനിൽ അല്ലാഹു നമ്മുടെ നോട്ടം നമുക്ക് കിട്ടത്തക്ക വിധം നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ മാർഗത്തിൽ മത്സരിച്ച് പണിയെടുക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ശ്രദ്ധ നമുക്ക് പിടിച്ചു പറ്റാൻ കഴിയുക. അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടുകൂടി കഴിഞ്ഞ നാളുകളിലെ കടന്നുപോയ ഇന്നലകളിലെ സഹാബത്തൊക്കെ പറഞ്ഞതുപോലെ ഉബാദിറു അയ്യാമിൽ ഖാലിയ, നന്മകളില്ലാതെ കടന്നുപോയ ഒരുപാട് കാലങ്ങൾ മുമ്പുണ്ടായിരിക്കും. അതിനെല്ലാം വേണ്ടി പണിയെടുക്കുന്ന സഹാബത്തായിരുന്നു. അതുപോലെ നമ്മൾ ഒരുപാട് പണിയെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടന്നു വന്നാൽ നമുക്ക് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അത് ഒന്നാമത്തത് അള്ളാഹുവിന്റെ ദർശനം, അള്ളാഹുവിന്റെ മായുള്ള കൂടിക്കാഴ്ച, അള്ളാഹുവിനെ മുഖാമുഖം കാണാൻ പരലോകത്തൊന്നും കഴിയും. ഇവിടുന്ന് അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ നോട്ടം ഒരാൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന ഒരവസ്ഥയിലേക്ക് പോകും. ആ ഒരനുഗ്രഹം മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയതാണ്. വാമസാനിയ, രണ്ടാമത്തത് ഫൈന ഖലൂഫ അഫ്വാഹിഹിം ഹീന യുംസൂന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളുമായി ഒക്കെ ഇടപഴകുമ്പോൾ നമ്മുടെ വായക്കുണ്ടാകുന്ന ദുർഗന്ധം, ഒരുപാട് പ്രയാസങ്ങൾ, പലരും വായ വരെ പൊത്തിയിട്ടാണ് സംസാരിക്കുക. കാരണം മറ്റുള്ളവർക്ക് അസഹ്യമായി തോന്നണ്ട എന്ന് കരുതി. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നാളെ പരലോകത്ത് റബ്ബിന്റെ മഹിഷറയിൽ എത്തുമ്പോൾ നമ്മുടെ വായയിൽ നിന്ന് ഇതിന് പകരം അല്ലാഹു കസ്തൂരിയുടെ സുഗന്ധം അഴിച്ചുവിടും. അപ്പൊ നമുക്കൊരു ഭയവും വേണ്ട. മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് പ്രയാസമുണ്ടാകുമല്ലോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അതിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. പകരം അല്ലാഹു നമുക്ക് നൽകിയതാണ്. വഅമ്മ സാലിസ, മൂന്നാമത്തത് ഫൈനൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, രാപ്പകലില്ലാതെ ഒരു സത്യവിശ്വാസിയായ നോമ്പുകാരന് വേണ്ടി മലക്കുകൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം, അത് ഈ ഉമ്മത്തിന് അല്ലാഹു പ്രത്യേകം കനിഞ്ഞരുളിയ അനുഗ്രഹമാണ്. മൂന്നാമത്തത്. നാലാമത്തത് വഅമ്മ റാബിയ, നാലാമത്തത് ഫൈനല്ലാഹ യഅ്മുറു ജന്നതഹു, അല്ലാഹു സുബ്ഹാനഹു തആല അവർണ്ണനീയമായി ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തോപ്പിനോട് അല്ലാഹു കൽപ്പിക്കും. ഫയഖൂലു, ആ കൽപ്പന എന്താണ്? ഇസ്തഅദ്ദി വതസയ്യനി ലിഇബാദി, സ്വർഗ്ഗമേ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. നാലാമത്തെ കാര്യം അതാണ്. സ്വർഗ്ഗത്തോട് അല്ലാഹു പറയുന്നു അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ. വതസയ്യനി, അലങ്കരിച്ച് നിൽക്കുക. ലിഇബാദി, എന്റെ ദാസന്മാർക്ക് വേണ്ടി. എന്താ കാരണം? ഔഷക അൻ യസ്തരിഹ മിൻ ബഅദി തഅബി ദുനിയ ഇലാ ദാരി വകറാമതി, അവരിതാ ദുനിയാവിലെ ക്ഷീണവും പ്രയാസവും ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുവാൻ, മരിക്കുന്നതിനെ പറ്റി റസൂലുള്ള പറഞ്ഞതാണ്. വിശ്രമിക്കുവാൻ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഇതാ വരികയാണ്, എന്റെ ഔദാര്യത്തിലേക്ക് എന്റെ ദാസന്മാർ വരികയാണ്, അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക, ഭംഗിയാക്കി നിൽക്കണം എന്ന് സ്വർഗത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശം നൽകും. നാലാമത്തതാണ്. വഅമ്മൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം, ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗുഫറ ലൈലത്ത് അല്ലാഹു ഗുഫറല്ലാഹു ലഹും ജമീഅ, പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ നാളുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തൗബയും അല്ലാഹു സ്വീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സുദിനമായി കൊണ്ടൊരു അനുഗ്രഹവും കൂടി അല്ലാഹു നൽകിയിരിക്കുന്നു. ഇത് വല്ലാത്തൊരു സൗകര്യമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഒരു പാപിയെ സംബന്ധിച്ചോളം, ഒരു കുറ്റകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം എല്ലാം മാപ്പ് തരാൻ പറ്റാവുന്ന ഒരവസരം നമുക്ക് അല്ലാഹു തന്നിരിക്കുന്നു. അപ്പോൾ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പറഞ്ഞപ്പോൾ ഫഖാല റജുലു മിനൽ ഖൗം അഹിയ ലൈലത്തുൽ ഖദർ, നബിയെ അത് ലൈലത്തുൽ ഖദറിൽ മാത്രം കിട്ടുന്ന ഒരു പുണ്യമാണോ? അങ്ങനെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞത്? ഫഖാല ലാ, നബി പറഞ്ഞു അല്ല,
അത് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ പ്രത്യേകതയല്ല ഞാൻ പറഞ്ഞത്. എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദർ അല്ല. അലം തറാ ഇലൽ ഉമ്മാലി യഅമലൂൻ, ജോലിക്കാരൊക്കെ പല സ്ഥലത്തും ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇദാ ഫറഗൂ മിൻ അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഉഫ്ഫു ഉജൂറഹും, അവരുടെ പ്രതിഫലം അതിന്റെ ഉടമസ്ഥന്മാർ മുതലാളിമാർ നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഓരോ ദിവസത്തെ നോമ്പിനും അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞുപോയ ഇന്നലകളിലെ പാപങ്ങൾ പുറത്തു തരും. നിങ്ങൾ ചോദിച്ചാൽ മതി. ഏറ്റവും നല്ല അവസരം നമുക്ക് കിട്ടുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റമളാനിൽ ഓരോ മനുഷ്യനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യൻദുറുല്ലാഹ്, അല്ലാഹ് നോക്കും, ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരിച്ചുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹുവിന്റെ ദാസന്മാരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു മാത്സര്യ ബുദ്ധിയോടുകൂടി കാണും. വയുബാഹിബിക്കും മലായിക്കത്തുഹു, അള്ളാഹുവിന്റെ മലക്കുകളോട് അള്ളാഹു അഭിമാനപൂർവ്വം നമ്മളെക്കുറിച്ച് സംസാരിക്കും, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ വേണ്ട ഒരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി നമ്മളെപ്പറ്റി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഈ പ്രപഞ്ചനാഥൻ മലായിക്കത്തുകളുമായി നമ്മളെക്കുറിച്ച് സംസാരിക്കും അഭിമാനപൂർവ്വം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅറുല്ലാഹ തആല മിൻ അൻഫുസിക്കും ഖൈറ, അള്ളാഹുവിന് ഒരുപാട് നന്മകൾ കാണാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റമളാനിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭ്യമാകും. ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, നമ്മൾ മുഅ്മിനാവണം, അഥവാ തൗഹീദ് ഉള്ളവനാവണം. തൗഹീദ് പേച്ച അതൊന്നും കിട്ടൂല കേട്ടോ. അതുപോലെ ഹറാമായ മുതലുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഓഫറുകളൊന്നും ബാധകമല്ല. പലിശ ഇടപാട് നടത്തുന്ന ആളുകൾ ഹറാമാണ്, അല്ലെ? ഷിർക്ക് ചെയ്യുന്നവർ അവർക്ക് കിട്ടുകയില്ല. മാതാപിതാക്കൾ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, അവർക്കൊന്നും ഈ ഓഫർ ഇല്ല. ഇത് കഴിഞ്ഞ ആഴ്ചയും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഷിർക്ക് ചെയ്തവർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് നിസായിൽ അല്ലാഹു പറയുന്നു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻകും, നിങ്ങളോട് അള്ളാഹു വലിയ വലിയ മഹാപാപങ്ങളായി നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ തിന്മകളൊക്കെ മാപ്പാക്കാം. ഏത് തിന്മ? നിങ്ങളിപ്പോ തിന്മ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഉമ്മാനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു താബി പണ്ഡിതൻ സഹാബി, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്റെ ഉമ്മ എടുക്കാൻ വേണ്ടി വിചാരിച്ച ഒരു ലുക്കുമത്ത്, ഒരു പിടി ഭക്ഷണം ഞാൻ എടുത്തു പോയാൽ അത് ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാറില്ല. അത്രത്തോളം സൂക്ഷിക്കുന്ന സഹാബത്താണ്. അങ്ങനെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ എടുക്കാൻ വിചാരിച്ച ഒരു കാരക്കയോ അല്ലെങ്കിൽ ഒരു പലഹാരോ മോന് ആദ്യം എടുത്തു പോയാൽ അത് അള്ളാന്റെ ശിക്ഷ കിട്ടുമോ എന്ന് ഭയപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രത്തോളം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളുടെ നേരെയുള്ള സമീപനം സഹാബത്തിൻ്റെതായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിൽ മഹാപാപങ്ങളിൽപ്പെട്ടതാണ് ഷിർക്ക്, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, അതുപോലെ തന്നെ ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, നല്ല സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക കേട്ടോ. നമുക്ക് ഇതൊന്നും നമ്മൾ അറിയില്ല, മഹാപാപങ്ങളാണ്. ഇതൊക്കെ ഒഴിവാക്കിയാലേ എന്തുണ്ടാവുള്ളൂ? അഖിലു റിബ, പലിശ മുതൽ തിന്നുക, അഖിലു മാൽ യതീം, അനാഥകളുടെ മുതൽ ഭക്ഷിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നോമ്പ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ സത്യത്തിൽ നമ്മളുടെ കാര്യം ഒരു തീരുമാനം ഇപ്പൊ തന്നെ ആയോ? പരലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവില്ല ഇപ്പൊ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഏതായിരുന്നാലും തൗബയുടെ നല്ലൊരു അവസരമാണ്, കളഞ്ഞു കുളിക്കേണ്ട. ഒരുപാട് തിന്മകൾ നമ്മളുടെ മറ്റുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് വരാൻ സാധ്യതകളുണ്ട്. ആ തിന്മകളൊക്കെ അള്ളാഹു മാപ്പ് തരും. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, വളരെ മനോഹരമായ അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇടം നൽകുകയും ചെയ്യാം എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളും സമയങ്ങളും ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അള്ളാഹു സ്വർഗമാണ് റമളാനിലെ പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു നമുക്ക് പ്രത്യേകം ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിൽ നമുക്ക് എത്തേണ്ടതുണ്ട്. ആ സ്വർഗത്തിലെത്താൻ വേണ്ടി ആവശ്യമായ പണികൾ എടുത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്.
ആ സ്വർഗത്തിന് തടസ്സമാകുന്ന മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ സ്വർഗവും നരകവും ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഹാബത്തിനോട് പറയുകയാണ്, ലൗ റഅയ്തും മാ റഅയ്തു ലബകൈതും കസീറാ വലലഹിഖ്തും ഖലീലാ. ലൗ റഅയ്തു മാ റഅയ്തു, ഞാൻ കണ്ടതെല്ലാം സഹാബത്തെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലബകൈതും കസീറാ, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. വലലഹിഖ്തും ഖലീലാ, ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രം സമയങ്ങളിലേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, ബാക്കി എല്ലാ സമയങ്ങളിലും നിങ്ങൾ കരയേണ്ടി വരും. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്താണ് കണ്ടത്? നബി പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടു. അങ്ങനെ സുമ്മ അദ്ഖൽതുൽ ജന്ന, അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഫൈദൻ ഫീഹാ ജനാബിദുൽ ലുഅ്ലു, അപ്പോൾ ആ സ്വർഗത്തിന്റെ അകത്ത് കയറിയപ്പോൾ ആ സ്വർഗത്തിലേക്ക് എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആ സ്വർഗത്തിന്റെ കല്ലുകൾ ലുഅ്ലു ആയിരുന്നു, പവിഴം കൊണ്ടായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പവിഴം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന പവിഴമൊന്നല്ല, അത് അല്ലാഹുവിന്റെ സ്വർഗത്തോപ്പിലുള്ള അല്ലാഹുവിന്റെ പ്രത്യേകമായ പവിഴമാണ്. അതിന് ലുഅ്ലു എന്ന് അറബി ഭാഷ പറയുന്നത് കൊണ്ട് മാത്രം അർത്ഥം പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വൈദൻ തുറാബുഹൽ മിസ്ക്, അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ, സ്വർഗത്തിന്റെ മുറ്റത്തുള്ള മണ്ണൊക്കെ എന്താണ്? അത് മിസ്കാണ്, കസ്തൂരിയിടാണ്, മണലല്ല, കസ്തൂരിയാണ്. അങ്ങനെ സുമ്മ അദ്ഖൽതുൽ ജന്ന, അങ്ങനെ ഞാൻ സ്വർഗത്ത് പ്രവേശിച്ചല്ലോ. അപ്പൊ നോക്കുമ്പം ഇന്ന ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിന് 100 സ്ഥാന പദവികളുണ്ട്. 100 സ്ഥാന പദവികൾ കേട്ടോ. അഅദ്ദഹുല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, ആ 100 സ്വർഗവും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർക്ക്, ധർമ്മസമരം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, സ്വന്തം തിന്മകൾക്കെതിരെ പോരാടുന്നവർക്കെതിരെ, അവർക്ക് വേണ്ടി, സ്വന്തം തിന്മകളിൽ നിന്ന് സ്വന്തം കുടുംബത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടുന്നവർക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിൽ നിന്ന് വിട്ട് സമൂഹത്തിന്റെ തിന്മക്കെതിരിൽ സംസാരിക്കുന്ന വ്യക്തികൾ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർ, അവർക്ക് വേണ്ടി അവരിൽ തെറ്റ് വരുമ്പോൾ ആ കാര്യം ഉണർത്തുന്ന ആളുകൾ. എല്ലാവർക്കും ഇതൊന്നും കഴിയില്ല. സ്വന്തത്തിനോടൊരു പടപൊരുതാൻ കഴിയുമോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും തിന്മക്കുമെതിരിൽ നമുക്ക് പടപൊരുതാൻ കഴിയുന്നുണ്ടോ? അള്ളാഹു സ്വർഗം 100 ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? എന്തുകൊണ്ടാണ് 100? സൽക്കർമ്മങ്ങൾ. ഇപ്പതാ ഇന്ന് ജുമാ നമസ്കരിക്കാൻ പോവാ ഞാനും നിങ്ങളും, അല്ലെ? പലർക്കും പല ഇഖ്ലാസായിരിക്കും, പലർക്കും പല ഈമാനായിരിക്കും. പലരും ഈ ഖുത്ബയെ ശ്രവിക്കുന്നത് പകുതി കേൾക്കുന്നവരുണ്ടാവാം, പ്രതിഫലത്തിൽ ഇങ്ങനെ കുറഞ്ഞും കൂടിയും നിൽക്കും, അല്ലെ? ഉറപ്പല്ലേ? ഓരോ വക്ത് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവില്ലേ ഈ ഏറ്റപ്പറ്റ്? ഓരോ ദിവസവും നോമ്പനുഷ്ഠിക്കുമ്പോണ്ടാവില്ലേ ഈ ഏറ്റപ്പറ്റ്? ഉണ്ടാവില്ലേ? ഈ കുറവുകളും കൂടുതലുണ്ടാവില്ലേ? ഇപ്പൊ ഒരു ദിവസം നോമ്പ് നോറ്റു, ഒരു വൃത്തികേടും ചിന്തിച്ചില്ല, ഒരു വൃത്തികേടും പറഞ്ഞില്ല, ഒരു വൃത്തികേടും കണ്ടില്ല, ഒരു വൃത്തികേടും കേട്ടില്ല, എല്ലാ നന്മകളും പറഞ്ഞു കേട്ടു, ആളുകൾക്ക് വേണ്ടി ഓടി നടന്നു, അയാളുടെ പ്രതിഫലം വേർത്തന്നല്ലേ? അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്ത് പറയാൻ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, 100 പദവികളാണ് സ്വർഗത്തിന്. എന്നാൽ ഏറ്റവും അടിയിലുള്ള പദവിയിൽ ജീവിക്കുന്ന സ്വർഗസ്ഥന് ഏറ്റവും മുകളിലുള്ള സ്വർഗസ്ഥന്റെ സൗകര്യങ്ങൾ കാണാൻ കഴിയും. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്ങനെ അറിയോ? മാ ബൈന ദറജത്തൈനി കമാ ബൈന സമായി വൽ അർള്. 100 പദവിയല്ലേ? അതിൽ ഓരോ പദവിക്കും ഉള്ള ഡിഫറൻസ്, അതിന്റെ വ്യത്യാസം, ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നത് ആകാശഭൂമികളുടെ വ്യത്യാസം. അത്ര കഴിഞ്ഞിട്ടാ പിന്നെ ഒന്നുണ്ടാകുക. നമ്മളൊന്ന് സ്വർഗത്തൊന്ന് ഭാവന കണ്ടു നോക്കാട്ടെ. ഇപ്പോ ആകാശഭൂമി, ആകാശത്തിന്റെ വലിപ്പം അറിയാം, ഭൂമിന്റെ വലിപ്പം അറിയാം. ഇത് ഒരു ദറജന്റെ വലിപ്പ. അങ്ങനെ 100 അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് പോകാനും കൂടി നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട്, മഗ്ഫിറത്ത് തേടിക്കൊണ്ട് സ്വർഗത്തിലേക്കെത്താൻ നിങ്ങൾ പണിയെടുക്കുക, ധൃതി കാണിക്കുക, സ്പീഡ് കൂട്ടുക. എന്താണ് ആ സ്വർഗത്തിന്റെ വീതി? അതാ പറയണല്ല,
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ആയത്തിതാ അർളുഹ സമാവാത്തി വൽ അർള്, ആകാശഭൂമിയുടെ വീതി ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയാണ്. അപ്പൊ ഒരു സ്വർഗം 100 സ്വർഗമുണ്ട്, അതിന്റെ ഓരോന്റെയും വീതി ആകാശഭൂമികളുടെ വീതിയാണ്. അത്രയും വലിയ സ്വർഗം കേട്ടോ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, എല്ലാവർക്കും തരുമെന്നും പറഞ്ഞില്ല. ഉണ്ടോ? എല്ലാവർക്കും ഇപ്പൊ ഈ 100 കയറ്റാന്ന് പറയണോ? ആർക്കാ തരാറിന്? ഇപ്പൊ ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് അഅദ്ദഹുല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. ധർമ്മസമരം ഉണ്ടാവണം. മുജാഹിദ് പറഞ്ഞാൽ ആരെങ്കിലും വാളെടുത്ത് വെട്ടുന്നവൻ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നത് ജിഹാദായി പറഞ്ഞിട്ടുണ്ട്. നോമ്പ് ജിഹാദാണ്, എല്ലാ ഇബാദത്തുകളും ജിഹാദാണ് അല്ലെ? കാരണം ഇപ്പൊ നമസ്കരിക്കാൻ നിന്നാൽ നമുക്കൊരു ജിഹാദ് ഇല്ലെങ്കിൽ നമ്മളെ മനസ്സെവിടെയും പോകും അല്ലേ? നിസ്കരിക്കാൻ കഴിയട്ടും എവിടോ പോവും. ഞാനല്ല പറഞ്ഞ്, ഒരു റക്അത്ത് നിങ്ങൾ നമസ്കരിച്ചാൽ, ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചാൽ 1000 റക്അത്തിന്റെ പ്രതിഫലം എഴുതുന്ന മാസം അത്. ഒരൊറ്റ പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 1000 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പ്രതിഫലം കിട്ടുന്ന മാസം അത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുക. എന്നിട്ട് മുജാഹിദീങ്ങള് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ മുജാഹിദാന്ന് പറയുന്നവരാണല്ലോ. നമ്മളൊന്നും മുജാഹിദൊന്നല്ല കേട്ടോ. നമ്മളൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത് എല്ലാവരും മുജാഹിദാണല്ലോ, അപ്പൊ ഈ പള്ളി തന്നെ മുജാഹിദാണല്ലോ അല്ലേ? അതൊക്കെ നിങ്ങളുടെ ഭാഷാപരമായ അർത്ഥം മാത്രമാണ്. ആ ധർമ്മസമരം നടത്താൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാക്കപ്പെട്ട പള്ളി എന്നതിൽ കവിഞ്ഞ് അതിനുവേണ്ടി മുജാഹിദാന്നും പറഞ്ഞ് നടക്കണോല് എന്നല്ലാതെ അള്ള പറഞ്ഞു കേട്ടോള്, വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കും, ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളുള്ള മുജാഹിദ് ആരാന്ന്. അതിങ്ങനെ പരീക്ഷിക്കുക. അതെങ്ങനെ പരീക്ഷിക്കുക? ധർമ്മസമരം ചെയ്യേണ്ട അവസ്ഥ എപ്പോ വരും നിങ്ങൾക്ക്? എപ്പോഴാ വരിക? തോനെ പൈസ വരുന്നത് ഹറാമായ കളി കളിച്ചാൽ മതി, ചെറിയ ഒന്നൊന്നുകൊണ്ട് വിട്ടാൽ മതി, ഒരു ചെറിയ ഉദാസീനത കാണിച്ചാൽ മതി, പൈസ പാടും വരും. മുജാഹിദാണോ അല്ലെ പരീക്ഷണം വരില്ലേ അല്ലേ? നിങ്ങൾക്ക് പറ്റാവുന്ന കുറെ നിങ്ങളുടെ ജീവിത വിശുദ്ധിക്ക് അപകടം വരുത്തുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു, അവിടെ നിങ്ങൾ മുജാഹിദാവുമോ? അവസ്ഥ അല്ല അങ്ങോട്ട് തരും. കള്ളുടിക്കാൻ അവസ്ഥ തരും, പെണ്ണുടിക്കാൻ അവസ്ഥ തരും, സാഹചര്യം ഒരുക്കി തരും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ ധർമ്മസമരം ചെയ്യുന്നത് ആരാന്ന് പരിശോധിക്കാനായി. അപ്പൊ പൊട്ടിപ്പോവും. എന്താ അഭിപ്രായം അല്ലേ? നമ്മളെ പരീക്ഷിക്കാണ്ട് തന്നെ നമ്മൾ വെറുതെ ആരെങ്കിലും പരീക്ഷിക്കാൻ കിട്ടുമോ നോക്കി നടക്കുക മൊബൈലില് അല്ലേ? എങ്ങനെയെങ്കിലും അതിന് പ്രായമൊന്നുമില്ല, ഏത് വയസ്സിനും. ഇപ്പൊ എല്ലാവരും നിർത്തിയച്ചാരം റമളാനായിട്ട് എല്ലാ തോന്നിയാസം നിർത്തിവെച്ച് ഇപ്പൊ പള്ളിക്ക് കയറിയതാ. ഓലെ വിചാരം ഇത് ഈ മാസത്തിൽ അള്ളൊരു പൊട്ടനാണ്. നിങ്ങള് അള്ളക്കത് തരാന്ന് പറഞ്ഞ വളരെ ഓഫർ വെച്ച് എന്താ വേണമെങ്കിൽ ചെയ്തോ എന്നുള്ളത് കേട്ടോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായ ഒരു സ്വർഗത്തോപ്പ് നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുണ്ട്. അപ്പോ ആ തോപ്പിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾ നക്ഷത്രം കാണുന്നില്ലേ? നക്ഷത്രം എത്ര തരത്തിലാണ്? ഇതുപോലെ കാണും നിങ്ങൾ സ്വർഗം, 100 സ്വർഗവും അതിലെല്ലാ സൗകര്യങ്ങളും നക്ഷത്രം കാണുന്നത് പോലെ കാണുന്നു. റസൂൽ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ സ്വർഗത്തിലെത്തണം കേട്ടോ. അതിലേറ്റവും ഉന്നത സ്വർഗം ഏതാ? റസൂൽ പറയുന്നു അൽ വസീല, ആ സ്വർഗത്തിന്റെ പേരാണ് വസീല. ആ സ്വർഗത്തിന്റെ പേര് വസീല. എന്താ? ഖീല യാ റസൂലല്ലാഹ് വമൽ വസീല, സഹാബത്ത് ചോദിച്ചു, ഏതാണ് നബിയെ ഈ വസീല എന്ന് പറയുന്ന സ്വർഗം? ഖാല, നബി പറഞ്ഞു, അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിന്റെ പേരാണ് വസീല. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ്, അത് ഈ സമൂഹത്തിലെ ഒരു വ്യക്തിക്കാണ് ലഭ്യമാകുക. വാർജു അൻ അകൂന അനഹുവ, ഞാൻ അവിടെ ആകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് സഹാബത്തെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അവിടെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സമീഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ബാങ്ക് വിളിച്ചവൻ പറയുന്നത് പോലെ പറയാനും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ അവസാനം നിങ്ങൾ സുമ്മ സല്ലു അലയ്യ, എന്റെ പേരിൽ സലാത്ത് ചെല്ലണമെന്നും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ആദ്യം അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സലാത്തല്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലെ? അത് കഴിഞ്ഞിട്ടല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്ത എന്നുള്ള പ്രാർത്ഥന നടത്തുക അല്ലെ?
അപ്പൊ എന്റെ പേരിൽ സലാത്ത് ചെല്ലുന്നു, അങ്ങനെ നിങ്ങൾ സലാത്ത് ചെയ്യാലോ. മൻ സല്ലാലിയ സല്ലല്ലാഹു ബിഹാ അശ്റഹസ്, അള്ളാഹു ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ ഇതൊക്കെ സലാത്താണ്, ഇത് ചെയ്താൽ 10 നന്മ അള്ളാഹു നമ്മളുടെ പേരിൽ എഴുതും. എന്നിട്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ സലുല്ലാ, പിന്നെ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം അൽ വസീല, എനിക്ക് വസീല കിട്ടാൻ. അല്ലെ, ആത്തി മുഹമ്മദിൽ വസീലത്ത വൽ ഫളീല, ആ വസീലത്ത് എനിക്ക് കിട്ടാൻ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. ഫൈന്നഹു മൻസിലത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിൽ ഒരു പ്രത്യേക സ്ഥാനമാണ്. ലാ തൻബഗി ഇല്ലാ ലി അബ്ദിൻ മിൻ ഇബാദില്ലാ, അത് എല്ലാ ആളുകൾക്കും കിട്ടൂല, അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് ഒരു ദാസന് ലഭിക്കും. വാർജു അൻ അകൂന ഹുവ, അത് ഞാൻ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഫമൻ സഅലഹാ ലിയൽ വസീല, പ്രവാചകന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും വസീല ചോദിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, നിങ്ങൾക്ക് നിങ്ങളെ വിചാരണക്കെടുക്കാൻ ഒരു സൂര്യന്റെ താഴെ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിന്റെ താഴെ സുജൂദിൽ കിടക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ശഫാഅത്ത് നിങ്ങൾക്ക് എന്റേത് ലഭിക്കും, അതിന് നിങ്ങൾ ആ പ്രാർത്ഥന നടത്തിക്കൊള്ളിനാ. അപ്പോ എല്ലാ സ്വർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എങ്ങനെയാണെന്നും അതിന്റെ രൂപവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബ്, സ്വർഗത്തിന് 8 വാതിലുണ്ട്. അതിൽ ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ, റയ്യാൻ എന്ന് പറയുന്നൊരു വാതിലുണ്ട് ഒരു സ്വർഗത്തിന്. ലാ യദ്ഖുലു ഫീഹി അഹദുൻ ഗൈറുഹും, അതില് നോമ്പ് നോറ്റവരല്ലാതെ ആരും റയ്യാൻ എന്ന ആ ബാബിലൂടെ കടന്നു പോവുകയില്ല. ഫൈദാ ദഖല ആഖിറുഹും, അവസാനത്തെ ആള് പോലും റയ്യാൻ എന്ന വാതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ഉഗ്ലിക മൻ ദഖല ഫീഹി, ഉഗ്ലിക ആ വാതിൽ അടച്ചു കളയും അല്ലാഹു. എന്തോ ആ റയ്യാൻ എന്ന ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മൻ ദഖല ഫീഹി ശരിബ, അവിടെ ചെന്ന് കയറിയാൽ ഉടനെ നമുക്ക് ഒരു പാനീയം കുടിക്കാൻ കിട്ടും, അത് നമ്മൾ കുടിക്കും. വമൻ ശരിബ, ആ പാനീയം കുടിക്കുന്നതോടുകൂടി ലം യൽമു അബദൻ, പിന്നൊരിക്കലും ഒരു കാലഘട്ടത്തിലും നമുക്ക് ദാഹം അനുഭവപ്പെടുകയില്ല. അതാണ് ഇവിടുത്തെ വെള്ളം. വല്ലാത്തൊരു സ്വർഗത്തിലേക്കാ പോകാനുള്ളത്. അതൊക്കെ ഉണ്ടാക്കേണ്ടത് മരിക്കുന്നതിന്റെ മുമ്പാട്ടോ. വളരെയധികം ശ്രദ്ധിച്ചോളി, അല്ലെങ്കിലോ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അതുകൊണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം എല്ലാവർക്കും ഓരോ ബാബുണ്ട്. ഇപ്പൊ നോമ്പുകാരനൊരു ഡോറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന്റെ പേരാണ് റയ്യാൻ അല്ലെ. അതുപോലെ നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുകയും സുന്നത്തും ഫർളും ഒക്കെ നബി പഠിപ്പിക്കാത്തതൊക്കെ പഠിപ്പിക്കാത്തത് ചെയ്യാതിരിക്കുകയും പഠിപ്പിച്ചതൊക്കെ ചെയ്യുകയും അങ്ങനെയുള്ള നമസ്കാരക്കാരൻ, അയാൾക്കൊരു ബാബുണ്ട്. ആ ബാബിന്റെ പേര് ബാബു സലാത്ത് എന്നാണ്. ഇത് ബാബു റയ്യാനാണെങ്കിൽ സലാത്തിന്, നമസ്കാരത്തിന് വലിയ മുന്തിയ പരിഗണന. കർമ്മങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് നമസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആളുണ്ട്. അപ്പൊ അയാൾക്ക് ആ ഭാഗത്തൂടെ. പക്ഷെ ഇതൊക്കെ തൗഹീദ് വേണം കേട്ടോ. തൗഹീദ് ഇല്ലാത്ത ഒരാള് ഡേറ്റ് നടന്നിട്ട് നിസ്കാരം ഒരാൾക്ക് നിസ്കാരം അതിനോൽക്കൊന്നും കിട്ടൂല കേട്ടോ, ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ബാബുൽ ജിഹാദ്, ധർമ്മസമരം നടത്തിയ ആൾക്കാർ അല്ലെ, മുജാഹിദീങ്ങള്, ഓർക്കുണ്ടൊരു ബാബു. ആ ബാബുന്റെ പേര് ബാബുൽ ജിഹാദ് എന്നാണ് കേട്ടോ. മുജാഹിദിക്ക് കയറാനുള്ള ബാബു. പക്ഷെ മുജാഹിദ് പറഞ്ഞോലല്ല കേട്ടോ. മുജാഹിദ് പറഞ്ഞവർക്കൊന്നും സ്വർഗമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ കയറ്റുകയാണെങ്കിൽ ഇപ്പൊ നല്ല രസം ഉണ്ടാവും അവിടെ അല്ലേ. അതുകൊണ്ട് മുജാഹിദ് ആവുക, അവർക്ക് സ്വർഗമുണ്ട്. ബാബു പിന്നെ റയ്യാനും ബാബു സദക്ക, നല്ല കൃത്യമായി സക്കാത്തൊക്കെ കറക്റ്റാക്കി കൊടുത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊരു ബാബുണ്ട്. നോമ്പ് തോൽക്കുണ്ട്, ജിഹാദ് ചെയ്തോൽക്കുണ്ട്. അത് ഇവർക്കൊക്കെ ഭയങ്കര ഓരോരോ ഒരു ഡോറിന്റെ വീതി ആകാശഭൂമിന്റെ വീതിയാ കേട്ടോ. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം വന്ന പ്രവാചകനാണ്, പക്ഷെ നബിയാണ് ആദ്യം പ്രവേശിക്കുക. അപ്പൊ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയോട്, നബിയെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണാൻ, അൻളുർ ഇലൈഹിയാക്കൊന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആശുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്റെ കൂടെ ഉണ്ടാവും, നീ എന്റെ കൂടെ ഉണ്ടാവും, സ്വർഗത്തിലേക്ക് കൂടെ ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ രണ്ടാമത് കയറുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ഒരു 70,000 ആളുകൾക്കൊരവസരമുണ്ട്. അതാരാ? മന്ത്രിക്കാത്ത,
ഉർക്ക് കെട്ടാത്ത, നൂല് കെട്ടാത്ത ലാ യസ്തർഖൂൻ റസൂലുള്ളാഹി പറയാ 70,000 ആളുകളുണ്ട്. ഓൽക്ക് പ്രയാസങ്ങളൊന്നും വരുമ്പോൾ അള്ളാഹുൽ തവക്കുൽ ചെയ്യാന്നല്ലാണ്ട് ഈ ഉർക്കും നൂലും പിഞ്ഞാനയത്തും മന്ത്രയത്തും നടക്കൂല. ഓലുണ്ട് 70,000. അത് രണ്ടാമത്തെ ടീം അവരാ വരിക. വല്ലാത്തൊരു കടുപ്പുള്ള മനസ്സ് വേണം, എന്നാലേ ഇതിലേക്കൊക്കെ എത്താണ്ടൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവർക്കും അതുപോലെ തന്നെ അവസരങ്ങൾ ലഭിക്കും. ശ്രദ്ധിക്കുക, നമുക്ക് ബാബുൽ ജിഹാദിലൂടെ കടക്കുന്ന ആളുകളോട് എന്താ ജിഹാദ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വിശ്വസിച്ചവരോട് അല്ലാഹു വിളിച്ചിട്ട് പറയുകയാണെന്ന്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം അറിയിച്ചു കേട്ടയോ നിങ്ങൾക്ക്. ഇപ്പൊ കോഴിക്കോട്ടുകാരായ ആൾക്ക് കച്ചവടം അറിയിച്ചു കേട്ടയോ ചോദിച്ചാൽ വലിയ സാബൂതം ശ്രദ്ധിക്കൂ അല്ലേ. അത് തിരക്കില്ല. ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ കച്ചവടമുള്ളത്. ഗൾഫിലൊക്കെ വന്നാ ഇവിടെ മടങ്ങി വന്നാ പുതിയ പുതിയ കച്ചവടം തുടങ്ങല. എന്ത് പരിപാടിയിൽ ആരെ പറ്റിക്കാൻ പറ്റും നോക്കല. ഓനിപ്പോ അങ്ങനെ ഓനക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ പറ്റിക്കാനുള്ള പല സംവിധാനങ്ങളുണ്ട്. അപ്പൊ പല ഓഫർ റേറ്റാ വരിക. അക്കച്ചവടമുണ്ട്, ഇക്കച്ചവടമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, മറ്റേ ഇതുണ്ട്, ഫ്ളാറ്റിന്റെ ഇതുണ്ട്. അതിനോരോരോ ഇതൊക്കെ അടിച്ചുണ്ടാക്കി അതിന് പള്ളിയിലൊക്കെ കയറി ഉണ്ടല്ലേ, പള്ളിയിൽ കയറി ഒരു കുറെ ഭയങ്കര ഫോട്ടോസൊക്കെ കാണിക്കുക ഇതിന്റെ ഫ്ളാറ്റിന്റെ. ഇതാരും ചെയ്തോളുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചെയ്തോൽ തൗബ ചെയ്ത് മടങ്ങിക്കോളി, നല്ലതാണ്, നിങ്ങൾക്ക് ഒരു നസീഹത്താൽ വേണേം ചെയ്ത്. ഇതൊക്കെ അടുപ്പിച്ചുണ്ടാക്കി മൂപ്പര് നല്ല പാന്റും ഷർട്ടും ഇൻസൈഡ് ഒക്കെ ചെയ്ത് മറ്റേ എഞ്ചിനീയറാണ് മറ്റേതാന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് എല്ലാരും കൊടുത്ത് വാട്സപ്പിലൊക്കെ വിട്ട് പറ്റിച്ചു കൊടുക്കുക. അങ്ങനെ എത്താറണം കുടുക്കി. എന്നിട്ട് ഇവനും ഇവന്റെ ഭാര്യയും കുട്ടികളും ഇങ്ങനെ സുഖിച്ച് വണ്ടിയിൽ ഇങ്ങനെ നടക്കുക. വണ്ടി അവസാനത്തെ വണ്ടിയാ മോനാന്റെ കേട്ടോ. ഈ സുഖം എന്റെ അവസാനത്തെ സുഖമാണ്. ഈ ഹറാമൊക്കെ തിന്നിട്ട് എന്റെ മയ്യത്തെട്ടിൽ ഇവലൊക്കെ കയറ്റണല്ലോ. നീ ഒന്ന് ചിന്തിച്ചോ കേട്ടോ. റമദാനാണ്, തൗബ ചെയ്താൽ രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞ കാര്യം തുഞ്ചീക്കും മിന്നറാബിനലിയും, ഇക്കച്ചവടം ചെയ്താൽ കിട്ടുന്ന ലാഭം എന്താ? മുക്കാലല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, മുക്തരാകാം. നരകമുക്തരാകാൻ ഒരു കച്ചവടം ഇതാ അള്ളാഹു അറിയിക്കുന്നു. കച്ചവടത്തിന് മൂലധനം കേട്ടോളൂ. ഒന്ന്, തൂമിനൂന ബില്ലാഹ്, അചഞ്ചലമായ തൗഹീദ്. എന്ത് പരീക്ഷണപ്പെട്ടാലും റബ്ബിനെ വിടാത്ത തൗഹീദ്. ഇത് അതാ തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹിന്റെ പ്രവാചകനുള്ള വിശ്വാസം. എന്താ പ്രവാചകനിൽ വിശ്വസിക്കേണ്ടത്? അബ്ദുള്ള ദമ്പതികൾക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു എന്നാണോ? അല്ല. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടിയ 23 കൊല്ലക്കാലം അള്ളാഹു നൽകിയ നുബുവത്ത് ആകുന്ന വഹി പടച്ചവനെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു മുഹമ്മദ് നബിനെ. അതാ ഇവിടെ. അല്ലാണ്ട് ഇങ്ങനെ അബ്ദുള്ള ദമ്പതികൾക്ക് ഒരു പൊന്നാമന പുത്രൻ മുഹമ്മദ് നബിന്റെ അതൊക്കെ പാട്ടുകാർക്ക് പാട്ടാടാനുള്ള ഇതല്ല ഇവിടെ നമ്മളത് കേട്ടോ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, എന്നിട്ടോ വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, സ്വന്തം ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാം. അള്ളാഹിന്റെ ദീൻ വിജയിപ്പിക്കുവാൻ ആവശ്യമായ വിഷയത്തിൽ ധനവും ശരീരം ചെലവഴിക്കുക അല്ലേ. അപ്പൊ കച്ചവടമായി. ഇപ്പൊ എത്രയായി മുടക്കുമോല്? ഒന്ന് അള്ളാഹുൽ റസൂൽ വിശ്വസിക്കുക, ഒന്നാമത്തെ മുടക്കുമോല്. നരകത്തിന് രക്ഷപ്പെടാനുള്ള കച്ചവട. ഒന്ന് അള്ളാഹുള്ള വിശ്വാസം, രണ്ടോ പ്രവാചകനുള്ള വിശ്വാസം, മൂന്ന് പിന്നെന്താ പറഞ്ഞത്? തുജാഹിദൂന ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക. എന്തുകൊണ്ട്? ബി അംവാലിക്കും, സ്വന്തം നയിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട്. സ്വന്തം നയിച്ചുണ്ടാക്കിയ പൈസ അള്ളാന്റെ മാർഗത്തിൽ പള്ളിക്കും അതിനും ഇതിനൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കീസേന്ന് എടുക്കുമ്പോ നമ്മൾ അല്ലേ തന്നെ നമ്മളിങ്ങനെ 100 റുപ്യ കൊടുക്കാൻ വിചാരിച്ചാൽ കീസെ കൈയിടുക, ഊതും കീസേല് എന്നിട്ട് ഊതിയ 50 ആവും. അത് 50 ആവും. ഊതിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചു. ഇപ്പൊ തന്നെ നിങ്ങൾ പരിശോധിക്കുക കേട്ടോ. 100 എടുക്കൂല, 50 എടുക്കുള്ളൂ. എന്നിട്ട് ആ 50 എടുത്തിട്ട് കീസയിലിടും, പാന്റിന്റെ കീസയിൽ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കും. ഇനി എത്ര കൊടുക്കണം? പിന്നെ മൂപ്പര് കൊടുക്കാൻ നേരത്തെ എല്ലാം കൂടി 30 ആവും. 100 കൊടുക്കാനാ നിയ്യത്ത് ചെയ്ത് കീസയിൽ കൈയിട്ട് ഊതിയപ്പോ 50 തന്നെ കുടുങ്ങി. ആ ഊത്തിൽ അവിടെ കുടുങ്ങി, എടുത്തു കൊടുക്കാൻ കഴിയില്ല. എന്നിട്ട് വളരെ വേദനയോടുകൂടി അങ്ങോട്ട് എടുത്തു കൊടുക്കുക. അതിനിട്ട് ഒന്നും കിട്ടൂല. വേദനയോടുകൂടി എടുത്തു കൊടുത്ത്. കാരണം നമ്മളാരും ഇവിടെ വന്നപ്പോ ഉമ്മാന്റെ വയറ്റിന്ന് വരുമ്പോ അരണാച്ചരട് പോലും ഇല്ലാണ്ട്, ഒരു ചരട് പോലും ഇല്ലാണ്ട് ഭൂമിയിൽ വന്നതാ. നമുക്കറിയാം നമ്മളാരുടെയും ബുദ്ധി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ നമ്മളെ കയ്യിൽ വന്ന പണമല്ല ഇതൊന്നും. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് കയ്യിൽ വെക്കണമെനിക്കറിയാം. അതെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇന്നൊക്കെ കിട്ടണ്ടേ? ചില ആൾക്കാർ അലോ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒരു ഫോൺ ചെയ്താൽ മതി, ആയിക്കോട്ടെ കച്ചവടം ഉറച്ചു, അതിലോనికి 25 ലക്ഷം കിട്ടി ലാഭം. നമ്മള് അലോ എന്ന് പറഞ്ഞ 2 റുപ്യ പോയി. അപ്പൊ അതാരാ തരുന്നത്? എന്താ നമ്മൾ അലോ അറിയാറ്റ? നമുക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം. ഈ പൈസ കൊടുത്ത 3/4 കൊടുത്ത ഓനക്ക് ഇംഗ്ലീഷ് കൂടി അറിയില്ല. ഓനൊരു പിയനെ വെച്ചിരിക്കുക ഇംഗ്ലീഷ് സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും അല്ലേ. ഇംഗ്ലീഷ് ഒക്കെ അറിയാം, സകല ബോളും സകല തരികിടിയും.
ആരെ പറ്റിക്കണം, എങ്ങനെ പറ്റിക്കണം, എവിടെ പിടിക്കണം, അവന്റെ അണ്ണാക്കൗട്ടെ പിടിക്കണം, നന്നായി പഠിച്ചവനാ. പക്ഷെ നിർഗതി ഇല്ലാതെയാണ് മരിക്കല്. നിങ്ങൾ നോക്കേണ്ടി എന്തെല്ലാം വളവീറ്റ അടക്കുന്നറിയോ? ഇവന്റെ വിചാരം ഇവന്റെ വളവോണ്ടാന്ന ഒന്നുമല്ല കേട്ടോ. നഹ്നു ഖസംനാ ബൈനഹും, അല്ലാഹു പറയാ സമ്പത്ത് നാമാണ് വീതിച്ചു തരുന്നത് കേട്ടാ, നിങ്ങളല്ല. നിങ്ങൾ വിചാരിച്ച നടക്കൂല. ചില ആൾക്കാരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഭാര്യന്റെ പണ്ടം വിറ്റ് ഓളോട് പറയാ ഞാൻ അക്കച്ചോട്ടിയും ഓളി പറ്റിക്കും. ഭാര്യ എന്നെ കാര്യമില്ല, ചില ഭർത്താക്കന്മാരെ ഓളി പറ്റിക്കും. എന്റെ ചെയിനും കൊണ്ട, വളയും കൊണ്ട, എന്റെ പാദസാരും കൊണ്ട ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുക, വണ്ടി കച്ചവടം. എനിക്ക് തുടങ്ങാൻ പറ്റി. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് വണ്ടി ഇവിടെ ഇറക്കും. പിന്നെ ഡൽഹി പോവാം, കണ്ടാ കൂടി പോവാ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഓളെ പണ്ടൊക്കെ എടുത്ത് അതെല്ലാം തീർന്ന്, അത് മുഴുവൻ തീർന്നിട്ട് പിന്നെ മൂപ്പര് ഇനി എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ആ പൈസ ഇപ്പൊ കിട്ടും. കുടുങ്ങി കിടക്കുകയാണ്, ഒരു സ്ഥലത്തുണ്ട്, ഡൽഹിയിലിന്റെ തൊട്ടടുത്താണ്, പാറ്റ്നയാണ്, ഇവിടെയാണ്, പല ജാതി വർത്താൽ പറയും. പിന്നെ ഓളെ പറ്റിച്ച് കുറച്ച് കഴിയുമ്പോക്കും മനസ്സിലാവും ഇയാള് വഞ്ചകനാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ വർഷ, വഞ്ചിക്കുന്നവൻ, ആളെ പറ്റിക്കുന്നവൻ, ലൈസ മിന്നാ, മുസ്ലിമേ അല്ല. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞില്ലേ, സൂക്ഷിച്ചോളി. ജാതി പല പരിപാടി, ഇതിപ്പം ഇങ്ങനത്തെ മാത്രമായിരിക്കില്ല അല്ല. അപ്പൊ നിങ്ങൾ അറിയാത്ത ഞാൻ എന്റെ ഭാര്യനല്ലേ പറ്റിച്ചതെന്നാ. ഭാര്യനെ പറ്റിച്ചാലും കുടുങ്ങൂട്ടോ. ഇനി ഭർത്താവുണ്ട്, ഭാര്യമാരുണ്ട് ചിലത്, ഭർത്താവിന് യാതൊരു അന്തും കുന്തും ഇല്ലാണ്ട് പേഴ്സിൽ കീസയിൽ പൈസക്കും അത് വെക്കും. നിന്റെ ഭർത്താവിൻ്റെതാ കട്ടത് കണക്ക് പറഞ്ഞട്ടോ, തൗബ ചെയ്തോളി വേണമെങ്കിൽ. ഇയാൾക്കൊരു അന്തും കുന്തും ഇല്ല, ഇയാൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇയാളെ പേഴ്സ് എപ്പോഴും നിറഞ്ഞിക്കുകയാണ്, അതിനിങ്ങനെ കക്കും അല്ലേ. നോമ്പിന് തഹജ്ജുദ് പള്ളിക്കൊക്കെ തന്നെ, പള്ളിക്കൊക്കെ വരും തഹജ്ജുദ് കഴിക്കാൻ, കക്കും ചെയ്യും. ഇതൊന്നും നമ്മളെ സ്ത്രീകളല്ല കേട്ടോ, ഇവിടെ വരുന്നേറ്റുകളല്ല. ചിലപ്പോ ഇവിടെ വരുന്നേറ്റുകൾ ഉണ്ടാവും, പറയാൻ പറ്റൂല. കാരണം ശൈത്താൻ എപ്പോഴും ഇടപെടും അല്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ രക്ഷപ്പെടാനുള്ള മൂലധനം അള്ളാഹു വിശ്വസിക്കുക, പ്രവാചകനിൽ വിശ്വസിക്കുക. വതുജാഹിദുന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അതാണ് നിങ്ങൾക്ക് ഉത്തമമായ കച്ചവടം. ചെയ്ത കച്ചവടത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കച്ചവടം ഇതാണ് എന്ന് നിങ്ങൾ പരലോകത്ത് വെച്ച് അറിയും. ആ അള്ളാഹുവിന്റെ എന്താ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ നിങ്ങൾ കണ്ട സ്വർഗം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നബി പറഞ്ഞു, സ്വർഗം എന്ന് പറഞ്ഞാലേ ലബിനത്തും മിൻ ദഹബ് ഒ ലബിനത്തും മിൻ ഫില്ല, ഒരു കല്ല് സ്വർണം, ഒരു കല്ല് വെള്ളി. അതിന്റെ തുർബത്തൊക്കെ മിസ്ക് കസ്തൂരിയാണ്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഊത് ഇങ്ങനെ മണക്കും. ഏത് ഇവിടുത്തെ ഊതല്ലട്ടോ, അതൊക്കെ അല്ല പറഞ്ഞു. ഊത് ഇങ്ങനെ സുഗന്ധം ഇങ്ങനെ വരും. സ്വർഗസ്ഥന്മാരും മുഴുവൻ ഇങ്ങനെ സുഗന്ധപൂരിതമായിരിക്കും. അവരുടെ വായ കിട്ട് തുറന്ന, ഇപ്പൊ നമുക്ക് വായർന്ന അസഹ്യമായി തോന്നുന്നില്ലേ? പക്ഷെ പരലോകത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും സ്വർഗത്തിൽ കയറി എല്ലാവർക്കും എന്തുണ്ടാവും? സൗജത്താനി, 2 ഇണകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ രണ്ടാക്കും. ചിലവരെയൊക്കെ നിങ്ങൾക്ക് മാത്രം, ആണുങ്ങൾക്ക് മാത്രം സൗജത്താനി അറിഞ്ഞു, അങ്ങനല്ല കേട്ടോ. പക്ഷെ വല്ലാത്തൊരു സ്ഥലമാണത്. അവിടെ എത്തിപ്പെടാനുള്ളൊരു മോഹം നമ്മളെ മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്തൊക്കെ വേണം? തൗഹീദ് ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്ക് കൂടി ഞാൻ ഈ ഖുത്ബയിൽ തന്നെ യോജിപ്പിച്ച് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൗബ സ്വീകരിക്കൂല, തടസ്സപ്പെടും. എന്താ കാരണം അറിയോ? ഇന്നല്ലാഹ ഇഹ്തജറ തൗബ, തൗബ അല്ലാഹു തടഞ്ഞു വെക്കും നിങ്ങൾ തൗബ ചെയ്താലും. എന്താ കാരണം? അൻകുല്ലി സാഹിബിൽ ബിദ്അ, സാഹിബിൽ ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്ന ആള്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത സുന്നത്തുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ തൗബ ചെയ്താലും തൗബ തടയും. എന്താ? ഹത്താ യദഅ ബിദ്അത്തഹു, അവൻ ചെയ്യുന്ന ബിദ്അത്ത് ഒഴിവാക്കുന്നവരെ. അപ്പൊ ബിദ്അത്ത് ഒഴിവാക്കുക, തൗഹീദ് സ്വീകരിക്കുക, ഹലാലും ഹറാമും ശ്രദ്ധിക്കുക, മാതാപിതാക്കളുള്ള കടപ്പാടുകൾ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക, സംസാരത്തിൽ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ പണമാണെങ്കിൽ മടക്കി കൊടുക്കുക. അങ്ങനെ ആ നിലക്കെല്ലാം വിശുദ്ധരായി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് അള്ളാഹുവിന്റെ റയ്യാൻ എന്ന സ്വർഗത്തോപ്പ്. ആ സ്വർഗത്തോപ്പിലെത്താൻ മാത്രമുള്ള വിശുദ്ധിയും ജീവിത കർമ്മങ്ങളും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം റയ്യാൻ എന്ന സ്വർഗത്തോപ്പിൽ കയറിപ്പറ്റാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദിന ബിദിൽവല്ലാഹ് അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ 17 നമുക്കറിയാം. മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്നു. വിശുദ്ധ ഖുർആൻ യൗമുൽ ബദറിനെ യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിഭജന ദിവസം എന്നാണ് റമളാൻ 17 ഖുർആൻ വിശേഷിപ്പിച്ചത്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും തൗഹീദും ശിർക്കും വേർതിരിഞ്ഞു. അല്ലെ? നമുക്കറിയാം, ഈ സമയത്ത് നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബദരീങ്ങളുടെ പേരിൽ ആണ്ട് കഴിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി അതിനുവേണ്ടി പണം വരെ കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ചിലർ പറയും, ഞാൻ ഒന്നിലേക്കില്ല, ഞാൻ പൈസ തരാം. മഹാ അപകടട്ടോ, മഹാ അപകട. ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആരാന്ന് നിങ്ങൾക്കറിയില്ലേ? നബിയും സഹാബത്തും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാക്കാന യൗമു ബദർ യുദ്ധ ദിവസം എത്തിയപ്പോൾ നളറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അസ്ഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ നോക്കി. അവരാരാ? വഹും സലാസുമിയത്തിൻ വനൈഫ്, അവർ 300-ലധികം ആളുകളുണ്ട്. നിരായുധരാണ്, ഒന്നും കൈവശമില്ലാത്തവരാണ്. അതോടൊപ്പം വിശക്കുന്ന വയറിന്റെ ഉടമസ്ഥന്മാരാണ്. ഭക്ഷണം ഇതുവരെ നാളുകളോളമായി കഴിച്ചിട്ട് നടന്ന് കാലിന്റെ അടി തേഞ്ഞവർ. അതോടൊപ്പം വസ്ത്രങ്ങളൊക്കെ പിന്നിപ്പറഞ്ഞിരിക്കുന്നു. ഇനി അവർക്കൊരു യുദ്ധത്തിന് ചെയ്യാൻ സാധ്യമല്ല. അത്തരം സാഹചര്യത്തിൽ ഹിജറ 2-ാം വർഷമുണ്ടായ യുദ്ധമാണ് ബദർ യുദ്ധം. ഹിജറ 2 അറിഞ്ഞാൽ നബിയുടെ വയസ്സത്രേ? ഹിജറ 2 അറിഞ്ഞാൽ നബിയുടെ വയസ്സത്രേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് 53. അപ്പൊ ഹിജറ 2-ാം വർഷം തന്നെ നബിക്ക് 55 അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 8 കൊല്ലം ജീവിച്ചില്ലേ? ആ 8 കൊല്ലത്തിലിടക്ക് ഒരു ദിവസമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങൾ ആണ്ട് കഴിച്ചോ? ചോദിക്കണം നിങ്ങൾ. 30 വർഷത്തോളം സഹാബത്ത് ജീവിച്ചില്ലേ? ഏതെങ്കിലും ഒരു സഹാബത്ത് ബദരീങ്ങൾ ആണ്ട് കഴിച്ചോ? ഇല്ല. ഈ പരിശുദ്ധ റമളാനിലാണ് സഹോദരന്മാരെ, നഅൂദുബില്ലാ, നമ്മുടെ സഹോദരങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത്ഭുതം തോന്നിപ്പോകും. ഈ 313 ആളുകളെ നബി കാണുന്നത് നിരായുധർ. വനളറ ഇലൽ മുശ്രിക്കീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളെ ശ്രദ്ധിച്ചു. ഫൈദാഹും അൽഫുൻ വസിയാദ, അവർ 1000-ലധികം ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സങ്കടപ്പെട്ട ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിച്ചു. നബി എങ്ങനെയാ പ്രാർത്ഥിച്ചറിയങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഫസ്തഖ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിബ്ല, നബി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു. 300 ചില്ലാനും വരുന്ന സഹാബത്തും 1000-ലധികം വരുന്ന യുദ്ധ സാമഗ്രികളോട് കൂടിയ നിരായുധരും. ഇതൊരു യുദ്ധം തന്നെയല്ല ശരിക്കും, ആണോ? സമാസമുള്ള യുദ്ധം. ഇവിടെ 313 നബിയും 313 ആളും, അപ്പുറത്ത് 1000-ലധികം ആളുകൾ. എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു. മദ്ദ യദൈഹി, റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അൻജിസ്നി മാ വഅതനി, അൻജിസ് മാ വഅതനി, അൻജിസ് മാ വഅതനി, അൻജിസ് മാ വഅതനി. പടച്ചോനെ, എന്നോട് വാഗ്ദത്തം ചെയ്ത സഹായം ഇപ്പോൾ കിട്ടണം. അല്ലാഹുവേ, ഇപ്പോൾ കിട്ടണം. സഹായിക്കാൻ ആരുമില്ല. തീ തുപ്പുന്ന മരുഭൂമിയിലേക്ക് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലെടുത്തു ബദറിന്റെ മണ്ണിലേക്ക്. മദീനയിൽ നിന്ന് 160ഓളം കിലോമീറ്റർ അപ്പുറമുള്ളൊരു പ്രദേശമാണ് ഈ ബദർ എന്ന് പറയുന്ന സ്ഥലം. അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങ് എടുത്തു വെച്ചപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ എന്നാണ് വിളിക്കുന്നത്, അള്ളാഹുവേ എന്നാ വിളിക്കുന്നത്. അതിൽ ഷഹീദായ ആളുകളെ നിന്ന് ബദരീങ്ങൾ നന്ദി പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നഹും ജിയാദാ, സഖാക്കൾ നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുകയാണ്, സഹാബത്ത് ഇറങ്ങുകയാണ്, വിശക്കുന്ന വയറിന്റെ ഉടമസ്ഥന്മാരാണ്. ഫഷ്ബിഹും നാദാ, വയറ് നിറച്ചു കൊടുക്കണേ. അങ്ങനെ അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, കീറിപ്പറഞ്ഞ വസ്ത്രവുമായിട്ടാണ് പടച്ചവനെ എന്റെ സഹാബത്ത് ഇറങ്ങുന്നത്. ഫക്സും, അവരുടെ ഔറത്ത് നീ മറച്ചു കൊടുക്കണേ തമ്പുരാനെ. എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ്ക്ക് അതിന് കഴിയും. അതാണ് വിശ്വാസം. അള്ളാഹ്ക്ക് അതിന് കഴിയും. വയർ വിശക്കാതിരിക്കാൻ സംവിധാനം അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയും. അതാണ് അള്ളാന്റെ ഖദർ, അള്ളാന്റെ ഖുദ്റത്ത്. അതറിയുന്ന ആളാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പ്രാർത്ഥന അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിന്റെ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന.
നഗ്നപാതരാണ്. വഹിക്കണം പടച്ചോനെ ബദറില്, നീ വഹിക്കണം, നടക്കാൻ അവർക്ക് കഴിയില്ല. ഇവരാണ് ഇപ്പൊ യുദ്ധത്തിന് പോണത്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചൊരു വാക്ക് കേട്ട് നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിനൽ ഇസ്ലാം ഫലം തുഅബദ് ഫിൽ അർളി അബദാ. നാഥാ, ഈ 313 ആളുകൾ നശിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഒരു മുസ്ലിം വ്യക്തി ഇവിടെ ഉണ്ടാവില്ലട്ടോ. ഇത് പറഞ്ഞുകൊണ്ടായിരുന്നത്. എന്നിട്ടോ ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് സഹായം തേടിക്കൊണ്ടിറങ്ങുകയാണ്. സഹായം അല്ലാഹുവിന്റേത് മാത്രം. ഫസ്തജാബ ലക്കും, പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. മുഹമ്മദ് നബിക്ക് ഉത്തരം കൊടുത്തു. എങ്ങനെ? അന്നീ മുബിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000-ഓളം വരുന്ന മലക്കുകളെ മനുഷ്യരൂപത്തിൽ അല്ലാഹു ബദറിൽ ഇറക്കി കൊടുത്തു. അതിൽ നിന്ന് നിങ്ങൾക്കറിയാം 14ഓളം ആളുകൾ ഷഹീദായി. പരിശുദ്ധ റമളാൻ ആദ്യത്തെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ട ആദ്യത്തെ യുദ്ധം, ബദറിൽ വളരെ പ്രയാസപ്പെട്ട യുദ്ധം. ആ യുദ്ധത്തിൽ ഒരുപാട് മക്കൾക്ക് ബാപ്പയില്ലാതെയായി, ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താവില്ലാതെയായി. എന്നിട്ടോ ആ പെരുന്നാളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആഘോഷത്തോടുകൂടി അവരാഘോഷിച്ച പെരുന്നാൾ. പിന്നെന്തായി നമ്മളെ കാലം വന്നപ്പം നമ്മൾ ഈ ബദരീങ്ങളോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത് മാത്രമല്ല, ഈ ബദരീങ്ങളോട് നേരിട്ട് പ്രാർത്ഥന വരെ നടത്താൻ തുടങ്ങി. ഇതാ കണ്ടോ, ബദരീങ്ങൾ ആണ്ടിന്റെ അന്ന് ബദറിന്റെ ആണ്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന മാലകൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ പോലും ഈ ബദരീങ്ങളോട്, ഏത് ബദരീങ്ങളോട്? നബി 313 ഷഹീദായില്ലേ, അവരോടാ പറയുന്നത്, ഏറ്റിയ ചോടാകെ തൂക്കുന്ന നേരത്ത് എതിരർ ബദരീങ്ങളിൽ കാവലിലേകല്ല. പടച്ചോനെ, എന്റെ എല്ലാ തിന്മകളും ഞാൻ ഏറ്റി പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവേ, ബദരീങ്ങളുടെ കാവൽ കൊണ്ട് നീ എന്നെ രക്ഷിക്കണേ തമ്പുരാനെ. നോക്കണങ്ങള് മുസ്ലിങ്ങൾ എവിടെ എത്തി നോക്കണങ്ങള്. ഇതാണ് ജിഹാദ് അല്ലേ? ഇവിടെ നിങ്ങൾ ഇടപെടണ്ടേ? നിങ്ങളുടെ ബന്ധം കുടുംബം പറഞ്ഞ് നിങ്ങൾ മാറിക്കൂലേ? അവിടെയാണ് മുജാഹിദ്. അതാണ് പറഞ്ഞത്, തെറ്റാതെ വിസ്താരം ചെയ്യും സമയത്ത് ഹിസാബിനെടുക്കുമ്പോളെ, നമ്മളെ വിചാരണക്കെടുക്കുമ്പോളെ ധീരർ ബദരീങ്ങളിൽ കാവലിലേക്കല്ല. ധീരരായ ബദരീങ്ങളുടെ കാവലുണ്ട്. കാവല് പഠിച്ചവനെ വാങ്ങിക്കൊണ്ടാണ് അല്ല വാങ്ങിത്തരാൻ. അള്ളഹാനോട്, ബദരീങ്ങളോട് അല്ല വാങ്ങിത്തരാ നമുക്ക്. എന്തൊരു കേടാണ്! എവിടെയാണ് ഇപ്പത് എത്തിയത് അല്ലേ? അത്ഭുതകരമായ ഈ ഷിർക്കിന്റെ കൂടാരത്തിലേക്ക് ആളുകളെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്ന ഈ രംഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും പൊറുക്കാനും ഈ പാപം ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാനും കഴിയില്ല. അതുകൊണ്ട് ബദറിലൊക്കെ പങ്കെടുത്ത ആളുകൾ, ഇപ്പൊ നമ്മളൊക്കെ വാപ്പാര് മരിച്ച അക്കൊല്ല നമുക്ക് എന്തില്ല, പെരുന്നാളില്ല എന്നാ പറയാ അല്ലെ? ബദരീങ്ങളുടെ ഏറ്റവും വലിയ മനോഹരമായ പെരുന്നാള് അന്നായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാരണം ഇസ്ലാമിന് വിജയം കിട്ടിയത് നമ്മളെ വാപ്പ പോയാലെന്താ? ഇപ്പൊ നമ്മൾക്ക് മറ്റുള്ള സംസ്കാരത്തിന് വന്നതാ. ഇവിടെ ആകെ ദുഃഖിക്കേണ്ട ആളാ, ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം ഭാര്യ ഇദ്ധരിക്കണം അല്ലെ? മക്കളാണെങ്കിലോ 3 ദിവസം. അക്കൊല്ലം പെരുന്നാൾ വന്നാൽ ഞാൻ തുണിപ്പായൊന്നും മാറ്റില്ലാറണ്ട കേട്ടോ. അങ്ങനത്തെ ദുഃഖമൊന്നും ജീവിച്ചിരുന്ന കാലത്ത് അയാൾക്ക് ചായ ആയി കൊടുക്കാത്തനാ ബാപ്പക്ക്. ഇപ്പൊ എന്നിട്ട് പെരുന്നാളിനോ തുണിപ്പായ മാറ്റാൻ നടക്കുക. എവിടുന്ന അവനൊക്കെ നന്നാകുക അല്ലേ? ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വിവരമില്ലാത്തോണ്ടാ. ചിലവർ ഇനിയിപ്പോ ചെയ്യാൻ കാത്തിട്ടുണ്ടാവും. കൊല്ലം നമുക്ക് പെരുന്നാളില്ല, എന്റെ ഓൽക്ക് ഓണമില്ലാത്തോണ്ട്. ഓലത്ത് നമ്മളെടുത്തൊക്കെ കേട്ടോ. അങ്ങനെയുണ്ടോ ഇസ്ലാമിലൊരു പെരുന്നാള്? ചിലവരെ ധാരണ അങ്ങനെ, മറ്റുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കൊല്ലം പെരുന്നാളുണ്ട്, നിങ്ങളെ വാപ്പ മരിച്ചിട്ടു. വാപ്പ പോയി, വാപ്പന്റെ അഴിമാലുകളൊക്കെ അല്ല വാപ്പ സ്വീകരിക്കട്ടല്ലേ അല്ലേ? അപ്പൊ നമുക്ക് ഈ പരിശുദ്ധ റമളാനില് ഒരുങ്ങാം. നമുക്ക് എന്തിന്? സ്വർഗത്തിന് വേണ്ടി. എന്തിന്? വിദേഹത്തിനെതിരിൽ. എന്തിന്? ഷിർക്കിനെതിരിൽ പോരാടുന്ന അള്ളാഹുവിന്റെ അസദല്ല സിംഹക്കൂട്ടങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നെഞ്ചോട് നെഞ്ചു ചേർന്ന് പടപൊരുതുന്ന യഥാർത്ഥ മുജാഹിദുകളും യഥാർത്ഥ മുവഹിദുകളും ആയി മാറട്ടെ. അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു ചോദ്യം ഉണ്ട് ഇതിനിടയിൽ. 8 കവാടമുണ്ടല്ലോ, 8 കവാടത്തിലൂടെ ഓരോരുത്തർക്ക് ഓരോന്നിലുള്ള കയറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചെന്താ അറിയോ, ഈ 8 കൂടിയും കയറാൻ കഴിയുമെന്ന്. നമ്മളൊക്കെയാണ് എന്താ വിചാരിക്കുക, ഏതെങ്കിലും ഒന്നിലൂടെ കയറിയാൽ മതി എന്നാ. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു 8ലും കയറാൻ കഴിയുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഞാൻ അർജു മിങ്ക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 8 നിങ്ങൾക്ക് ഏത് ബാതിലൂടെയും കയറാനില്ല. അപ്പൊ ആ നിലക്ക് നമുക്കൊരു കവാടത്തിലൂടെയെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ കയറാൻ അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്കും യോഗ്യതയും നൽകുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുകയും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യവൃത്തിക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നതിൽ അല്ലാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലും ഹറാമും വേർതിരിച്ച് ഉപയോഗിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം സാലിഹ്യങ്ങളുടെ കൂടെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തെത്തുമ്പോൾ കുടുംബസമേതം സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا في الجنة اللهم ادخلنا مع الصالحين ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.